1170 സ്പെയിനിലെ കസ്റ്റീലിൽ ജനിച്ച വിശുദ്ധ ഡൊമിനിക്കിനെ പറ്റി ഗർഭാവസ്ഥയിലായിരിക്കെ അവന്റെ അമ്മയ്ക്ക് ഒരു ദർശനമുണ്ടായതായും അതിൻ പ്രകാരം ഒരു നായ കത്തുന്ന പന്തം കത്തിച്ചു പിടിച്ച് തന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന് ഭൂമി മുഴുവനിലും അഗ്നി കത്തിച്ചു എന്നും ഇതിന്റെ വെളിച്ചത്തിൽ പിൽക്കാലത്ത് അദ്ദേഹം സ്ഥാപിച്ച സഭയ്ക്ക് ലത്തീൻ ഭാഷയിൽ കർത്താവിന്റെ നായ എന്നർത്ഥമുള്ള ഡൊമിനിക്കൻസ് എന്ന നാമം നൽകിയതായും ചരിത്രം പറയുന്നു. ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഡൊമിനിക് 21-ാം വയസ്സിൽ നാട്ടിലുണ്ടായ കടുത്ത ക്ഷാമത്തിന്റെ വേളയിൽ പണവും വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ പോലും ദരിദ്രർക്കായി പങ്കുവച്ചു. 24-ാം വയസ്സിൽ വൈദികനായ അദ്ദേഹം ഓസ്ക കത്തീഡ്രലിലെ കാനൻസിന്റെ സുപ്പീരിയറായി നിയമിക്കപ്പെട്ടു. ആൽബിജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരെയും പാഷണ്ഡികളുടെ മാനസാന്തരത്തിനായും അവിശ്രാന്ത ശ്രമങ്ങൾ നടത്തിയ അദ്ദേഹം ഡൊമിനിക്കൻ സഭയ്ക്ക് അടിസ്ഥാനമിടുകയും 1717 ഹൊണോറിയൂസ് 3-ാം പാപ്പ ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു. സ്ത്രീകൾക്കായും അൽമായർക്കായും പുതിയ സഭാസമൂഹങ്ങൾ സ്ഥാപിച്ച അദ്ദേഹം രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും രക്തം പൊടിയുവോളം ചമ്മട്ടിക്കൊണ്ട് സ്വശരീരത്തിൽ അടിച്ച് മനുഷ്യപാപങ്ങൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. തിരുസഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കവേ പ്രൊവിലിലെ ദൈവമാതൃ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ജപമാല നൽകുകയും രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ചുള്ള ജപമാല പ്രാർത്ഥന പ്രചരിപ്പിക്കാനും അങ്ങനെ വലിയൊരു ആത്മീയ കൊയ്ത്ത് ലോകത്തിലുണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. ജപമാല ഭക്തിയുടെ പ്രചരണവും സത്യവിശ്വാസ പ്രതിരോധാർത്ഥമുള്ള പ്രസംഗങ്ങളും രാത്രികാല പ്രാർത്ഥനകളും കൊണ്ട് ലോകം മുഴുവനിലും ഒരു പുതിയ ആത്മീയ അഗ്നി കൊളുത്തിയ കർത്താവിന്റെ ആ ധീര പടയാളി 50-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു.